നൈജീരിയയിലെ ഔച്ചി രൂപതയിൽ നിന്ന് കത്തോലിക്ക വൈദികനോടൊപ്പം തട്ടിക്കൊണ്ടുപോകപ്പെട്ട വൈദികാർത്തിയെ ക്രൂരമായി കൊലപ്പെടുത്തി. എന്നാൽ കൂടെയുണ്ടായിരുന്ന ഫാദർ ഫിലിപ്പ് എഗ്വേലിയെ തീവ്രവാദികൾ മോചിപ്പിച്ചു. മാർച്ച് 3-ന് നൈജീരിയയിലെ ഔച്ചി രൂപതയിലെ ഒരു പാരിഷ് റെക്ടറിയിൽ നിന്നാണ് വൈദികാർത്തിയായ ആൻഡ്രൂ പീറ്റർ, ഫാദർ ഫിലിപ്പ് എഗ്വേലി എന്നിവരെ തട്ടിക്കൊണ്ടുപോയത്. 2025 മാർച്ച് 13 വ്യാഴാഴ്ച വൈകിട്ട് ഏകദേശം 4 മണിയോടെ എഡോ സ്റ്റേറ്റിലെ എഡ്സാക്കോ ഈസ്റ്റ് LGAയിലെ നോർത്ത് എബിയിലെ ഒക്പെക്വെ പട്ടണത്തിൽ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ അകലെയുള്ള അമുഗെ ഗ്രാമത്തിന് സമീപം വെച്ച് ഫാദർ എഗ്വേലിയെ സുരക്ഷിതമായി മോചിപ്പിച്ചതായി സ്ഥിരീകരിച്ചു. അദ്ദേഹത്തിന് ഇപ്പോൾ ആവശ്യമായ വൈദ്യസഹായം ലഭിക്കുന്നുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ വൈദികനോടൊപ്പം തട്ടിക്കൊണ്ടുപോകപ്പെട്ട 21 വയസ്സുള്ള വൈദികാർത്തി ആൻഡ്രൂ പീറ്ററിനെ തട്ടിക്കൊണ്ടുപോയവർ അതിദാരുണമായി കൊലപ്പെടുത്തി. ഔച്ചി രൂപതയുടെ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ ഫാദർ പീറ്റർ എഖിലവ പറയുന്നു. ആൻഡ്രൂ പീറ്ററിൻ്റെ കുടുംബാംഗങ്ങൾക്ക് നൈജീരിയൻ എപ്പിസ്കോപ്പൽ കോൺഫറൻസിൻ്റെ ആത്മാർത്ഥമായ അനുശോചനം അറിയിക്കുന്നു. എഡോ സ്റ്റേറ്റിലെ എഡ്സാക്കോ ഈസ്റ്റ് ലോക്കൽ ഗവൺമെൻറ് ഏരിയയിലെ സെൻറ്റ് പീറ്റർ കാത്തലിക് ചർച്ചിൻ്റെ വൈദിക റെക്ടറിയിൽ നിന്നാണ് ഫാദർ എഗ്വേലിയെയും സെമിനാരിയൻ ആൻഡ്രുവിനെയും തട്ടിക്കൊണ്ടുപോയത്. തോക്കുധാരികൾ റെക്ടറിയും പള്ളിയും ആക്രമിച്ച് വാതിലുകളും ജനലുകളും നശിപ്പിച്ച് അവരെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു.